ഞാൻ ചെറുതായിട്ടൊന്ന് റൂം മാറിയപ്പം മൊത്തത്തിൽ അലങ്കോലം അവസ്ഥയിലായിപ്പോയി. അതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒരു കബോർഡ് മേടിക്കാൻ വെച്ചു. ഇതിന് മുന്നേ ഈ സാധനം ഞാൻ ആമസോണല്ല ഫേസ്ബുക്കിൽ കണ്ടിട്ട് വാങ്ങിച്ചിട്ട് നഷ്ടം വന്നിട്ടുണ്ട്. സോ സംശയിച്ചാണ് ഞാൻ മേടിച്ചത്. ആമസോണിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം മേടിച്ചു. ഫേസ്ബുക്കിൽ ആഡ് ചെയ്താണ് ഞാൻ നേരത്തെ മേടിച്ചത്. എന്നിട്ടാണ് ഇഷ്യൂ വന്നത്. സോ എനിവേ ഞാൻ എന്തുകൊണ്ട് ഇത്തവണ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ഉറപ്പില്ലാഞ്ഞുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താണ് ഓർഡർ ചെയ്തത്. ഇത് ഭാഗ്യത്തിന് സാധനം വലിയ തട്ടും മുട്ടും ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്നു. ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തെടുത്തൊരു ബാഗിൻ്റെ അകത്തോട്ടാക്കി ആ ബാഗ് എടുത്തുകൊണ്ടാണ് വന്നത്. അത് അസംബിൾ ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് അസംബിൾ ചെയ്യുന്നതിന് ഒരു വീഡിയോ എടുക്കാം എന്ന് വെച്ചു. എനിവേ ബാക്കി പണിയിലേക്ക് പോകാം. ഈ അലങ്കോലം എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്തായിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊരുമാതിരി മാർക്കറ്റ് സാധനം വിൽക്കാൻ വേണ്ടി നേരത്തെ ഇട്ടേക്കുന്ന പരുവത്തിൽ കിടക്കുന്നത്. അതിനൊന്ന് ഒതുക്കട്ടെ എന്തായാലും. സോ ഇതാണ് നമ്മൾ പാക്ക് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഞാൻ 4 ക്യാബിനുള്ളത് മേടിച്ചുകൊണ്ട് 4 സെഗ്മെൻറ്റ്സും അതിൻ്റെ ടോപ്പ് കവർ ആയിട്ട് ഇതാണ് ടോപ്പ്. അതുപോലെ തന്നെ 4 പാക്കും ഉണ്ട്. ഓരോന്നിൻ്റെ അകത്തും അതിൻ്റെ എല്ലാ സൈഡ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിതിനെ ഒന്ന് അൺപാക്ക് ചെയ്ത് നോക്കാം. ഈസി ടു അസംബിൾ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ടോപ്പ് പീസയിൽ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് കൊടുത്തിട്ടുണ്ട്. വേണേൽ അത് നോക്കി ചെയ്യാം. നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ഒത്തില്ലെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ നോക്കാം. അല്ല ഇൻസ്ട്രക്ഷൻ ആവശ്യമില്ല. ഓക്കെ, ഇത് ബേസ്. ഓക്കെ, ഇതാണ് ബേസ്. എവിടെ ഇത് ലെഫ്റ്റ് റൈറ്റ് പീസ്. ചിലപ്പോൾ ഒരു ഓക്കെ ലെഫ്റ്റ് റൈറ്റിന് നല്ല ഓറിയൻറ്റേഷനും ഉണ്ടോ? നല്ല വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അല്ല, ഇതാ ഫ്രണ്ട് സൈഡ്. ഓക്കെ, ഇതിവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. അപ്പം അവിടെ വെക്കാം. ഇത് ഫ്രണ്ടിലോട്ട്. ഇതായിരിക്കും ഫ്രണ്ട്. ഇവിടെ മാഗ്നറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം മാഗ്നറ്റുള്ള സൈഡ് മുൻവശം ഇതൊരു രാണിയുണ്ട് പൊട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിലോട്ട്. ടോപ്പിൽ ഈ ഒരു കാണത്തില്ലായിരിക്കും അല്ലേ? ഈ ഒരു സാധനത ഈ ഒരു ഗ്രൂവ് മുകളിൽ വരുന്ന പോലെ ചെയ്യുക. ഇത് തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉള്ളതുകൊണ്ട് ഇതിന് ലെഫ്റ്റ് റൈറ്റ്, ഇത് വേണം ലെഫ്റ്റ്, ഇത് വേണം റൈറ്റ് എന്നൊന്നുമില്ല. ആ ഓർഡർ നമുക്ക് വെക്കാം. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റോപ്പർ പോലത്തെ ഒരു സാധനമുണ്ട്. ഈ സ്റ്റോപ്പർ ഫ്രണ്ടിൽ വരുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതോ ബാക്കി വരുവാണോ നല്ലത്? അല്ല, അതും 2 സൈഡിലും ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഇത് മുകളിൽ വരുന്ന പോലെ വേണം ഇതിനെ ഇവിടെ പിടിപ്പിക്കാൻ. അതേ ഉള്ളൂ. ഇത് ഉണ്ടല്ലോ. ഓ, ഇവിടെ ലോക്ക് ഉണ്ടതാ. ബാക്ക് സൈഡ് കൂടെ വെക്കാം. ബാക്ക് സൈഡ് എന്താ ഇരിക്കാൻ മടി? കയറിയിട്ടില്ല. ഓക്കെ, അതൊക്കെ ഇത് ഇവിടെ കയറ്റിയിട്ട് ഇവിടെ നീട്ടി വലിയ വില ഒന്നുമില്ല. കുഴപ്പമില്ല, ഇരിക്കും. അങ്ങനെ ഇത്ര മതി. ക്യാബിൻ സ്പേസ് മതിയില്ല. അപ്പോൾ ഞാൻ ബാക്കി കൂടെ മുന്നോട്ട് പണിയട്ടെ. സോ നെക്സ്റ്റ് ക്യാബിൻ ഞാൻ മുകളിൽ കൊണ്ട് അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും താഴത്തെ ചെറിയൊരു വളവും ഒക്കെ ശരിയാവുമെന്നാണ് വിചാരിച്ചത്. അത് ശരിയായി, കുഴപ്പമില്ല. പക്ഷേ
ഓരോന്നായിട്ട് അസംബിൾ ചെയ്ത് മുകളിൽ കൊണ്ട് വെക്കുന്നതിനേക്കാളും ഇതിന് മുകളിലോട്ട് തന്നെ വെച്ച് അസംബിൾ ചെയ്യുകയാണ് ബെറ്റർ. കാരണം ഇത് ഓരോന്നും കൊണ്ട് മുകളിലോട്ട് വെക്കുന്നുണ്ട്, ഇത് പൊളിയുന്നുണ്ട്. സോ ബെറ്റർ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ട് മുകളിൽ കൊണ്ട് വെക്കുന്നതിനെക്കാട്ടിലും അതേ തന്നെ വെച്ച് അസംബിൾ ചെയ്യുമായിരിക്കും. ഇങ്ങനെ വെച്ചാൽ കുറച്ച് സ്റ്റേബിളായിട്ട് നിൽക്കൂലേ? ഒന്നും പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പം അയ്യോ ഒരു കാര്യം പറഞ്ഞു, ഇതിനെ കാല് പിടിപ്പിക്കണമല്ലോ. കാല് പിടിപ്പിക്കട്ടെ. ലോക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലോക്ക് പിടിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ലോക്കുണ്ട്. ഈ ലോക്കിൻ്റെ ഇവിടെ ഈ സൈഡിലാണ് ലോക്ക്. ആ സൈഡിലോട്ടങ്ങ് പിടിപ്പിച്ചാൽ മതി. സോ ഈ ഒരു ചെറിയൊരു വിലക്കുറവ് ഇതിന് തോന്നുന്നുണ്ട്. അതല്ലാതെ സംഭവം വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള വളരെ എന്താ പറയുക കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ്. അസംബിൾ ചെയ്യാനും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സമയത്തും നമുക്ക് കുട്ടിക്കെട്ടി എടുത്തുകൊണ്ട് പോവാം, വലിയ കുഴപ്പമൊന്നുമില്ല. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനം വർത്താണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഒന്നിനടുത്ത് മാഗ്നറ്റ് കിട്ടുന്നില്ല. മീൻസ് ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ ഒരു മാഗ്നറ്റും അതിൻ്റെ മുന്നിൽ ഒരു ആണിയും വെച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ ആണി ഇല്ല, മീൻസ് മാഗ്നറ്റ് ഇല്ല. അതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. മീൻസ് ഇതിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സാധനത്തിനില്ല. അത്യാവശ്യം ഡ്യൂറബിൾ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. എങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ആവുമെന്ന് എനിക്കറിയത്തില്ല. ഭാവി എന്തെങ്കിലും ആവുമെന്നുള്ളത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് വല്ലതും അപ്ഡേറ്റ് ചെയ്യാം. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ വെയിറ്റ് താങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വേറൊന്നുമല്ല, മീൻസ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇതിൽ കൂടെ പ്രതീക്ഷിക്കുന്ന അതിമോഹമാണ്. എന്നാലും ഈ ബുക്കാണ് ഞാൻ ടോപ്പ് ഷെൽഫ് വെച്ചെന്നുള്ളതുകൊണ്ട് ഇത് ചെറുതായിട്ട് താഴോട്ട് വളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഇത് അടയ്ക്കുന്ന ഉടനെ ഞാൻ ഇച്ചിരി ഒന്ന് പൊക്കിയിട്ട് അടച്ചില്ലെങ്കിൽ ഇത് ഊരിപ്പോരും. പൊക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അല്ലാതെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇത് ഊരിയപ്പോൾ കണ്ടിട്ട് ഇത് താഴോട്ട് വരികയും ചെയ്തു. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് തിരിച്ചങ്ങ് ചുമ്മാ കയറ്റിടാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഊരിപ്പൊക്കൊണ്ടിരിക്കുന്ന നമുക്കൊരു അസൗകര്യമാണല്ലോ. അതുകൊണ്ട് ഇതിന് ചെന്ന് പൊക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇത് കയറ്റാൻ. ഇതൊന്ന് റീഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം മാറിക്കോളും. ഇനി ബേസിക്കലി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സാധനമാണ്. താഴെ ലിങ്ക് കൊടുത്തേക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മേടിക്കുക. ഈ സാധനത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണോ മീൻസ് പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇതല്ല ഓക്കെ സാധനം നിൽക്കുന്നുണ്ടോ കുഴപ്പമില്ല ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതിൽ വന്നപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനന്ന് ഉറപ്പിച്ചത്. ഇതിൻ്റെ കേസിൽ എനിക്ക് ആകെ എടുത്ത് പറയണമെന്ന് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് ഇതിൻ്റെ വലിയ സൈസാണ്, ഇച്ചിരി ലെങ്ത്തുള്ള സൈസാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ വന്നേക്കുന്നത് ചെറുതാണ്.
സോ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വേണം, കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്ര സൈസാണ് വേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സൈസ് ഓർഡർ ചെയ്യുക. അങ്ങനെ ഇത് നിൽക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പക്ഷേ ലെങ്ത്ത് ഇത് കൂടുതൽ കൂടിയാൽ ഇനി വീണ്ടും വളയാൻ തുടങ്ങും. അപ്പം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെ അതിന് കൂടുതൽ വലിയ സൈസിന് കൂടുതലുണ്ടോയെന്നും അറിയത്തില്ല. സോ ഈ സൈസിൻ്റെ ഞാൻ സൈസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് അറിയാം, ഞാൻ മറന്നു എൻ്റെ സൈസ് എത്രയാണ്. എനിവേ സൈസ് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഈ സൈസിൽ വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ലെങ്ത്ത് കൂടുതൽ വളയുമോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ അവരുടെ ഡയമെൻഷൻ മെൻഷൻ ചെയ്തേക്കുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഉദ്ദേശിക്കുന്നതിനുള്ള സ്പേസ് കുറവാണ്. സോ വേണം, ഇതാണ് വേണ്ടത് നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ നെക്സ്റ്റ് സൈസ് ഓർഡർ ചെയ്യുക. അവരുടെ ഡയമെൻഷൻ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പം മതിയായിരുന്നു. പക്ഷേ ഇത് പോരാ, കുറച്ചുകൂടെ വലുതായിരുന്നു, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. എനിവേ അന്നേരം ആ പ്രശ്നം വീണ്ടും കൂടും, വെയിറ്റ് വളയുന്നതിൻ്റെ. സോ എനിവേ ഞാൻ റീഅറേഞ്ച് ചെയ്യട്ടെ. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നുന്നു. വലിയ മീൻസ് വാങ്ങിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. എനിവേ ഇതാണ് സാധനം, വലിയ കുഴപ്പമില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കാം. See you in the next video. Bye.